എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ചെമ്പൻ തലയൻ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആസ്തയെ കണ്ട് ഷോക്ക് ആവുകയാണ്. എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. മാജിക് പവർ ഇല്ലാത്ത നീ ഈ ബ്ലാക്ക് ടീമിൽ ചേർന്നത് അത് ശരിക്കും അവിശ്വസനീയം തന്നെയാണ്. നിനക്കവിടെ ലൈഫൊക്കെ എങ്ങനെയാണ്, അടിപൊളിയാണോ എന്ന് ചോദിക്കും. അതിന് ആസ്ത പറയും, ശരിക്കും അവിടം സൂപ്പറാണ്, ഞാനും ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. പക്ഷെ എനിക്ക് ആ ഗോൾഡൻ ചാൻസ് അത് കിട്ടി. മാത്രമല്ല വിത്തിൻ 1 വീക്ക് ഞാൻ വിസാറിന്റെ കയ്യിൽ നിന്ന് ഗോൾഡൻ സ്റ്റാർ അത് വാങ്ങിയെന്ന് പറയും. അത് കേട്ട് ആ ഒരു ചെമ്പൻ തലയനാണെങ്കിൽ ഡബിൾ ഷോക്കാവും. കാരണം മാജിക് പവറും മറ്റുള്ള ഗ്രേവിയർ പവറും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കാൻ അവരെ കൊണ്ട് സാധിക്കാത്തത് ഇപ്പൊ ഈസി ആയിട്ട് 1 വീക്ക് കൊണ്ട് ഗ്രേവിയറിന്റെ പവറുള്ള നമ്മുടെ ആസ്തയെ കൊണ്ട് സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് കേട്ട് അവനാണെങ്കിൽ സ്തംഭിച്ച് അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കും. തൊപ്പിക്കാരിയാണെങ്കിൽ കൊഞ്ചി കൊഞ്ഞ് ഇപ്പൊ ഹീറോയെ ചേർത്ത് പിടിക്കും. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു സ്റ്റാർ അത് നേടിയെടുത്തതെന്ന് പറയും. അതിരിക്കട്ടെ, നീ എത്ര സ്റ്റാർ ആ നേടിയെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ അല്പനേരം ആലോചിച്ച് യാതൊരു കൂസലുമില്ലാതെ പറയും, ഞാൻ 2-നും മേലെ സ്റ്റാർ ഇതിനോടകം വാങ്ങിക്കഴിഞ്ഞു. അത് കേട്ട് അവർ അത്ഭുതപ്പെടുകയാണ്. ആ സമയത്തായിരിക്കും ആ ഗ്രാൻഡ്മ തന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് കരുതി തന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് ശബ്ദം ഉണ്ടാക്കുക. അത് കേട്ട് അവസ്ഥയാണെങ്കിൽ പേടിക്കണ്ട, എത്രയും വേഗം ഞാനത് തിരികെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് ആ കള്ളന്റെ പിന്നാലെ പോവും. ചെമ്പമുടിയനാണെങ്കിൽ അതെന്റെ മിഷനാണ്, ഞാൻ തന്നെ അവനെ പിടിക്കുമെന്ന് പറഞ്ഞ് തൊട്ടു പുറകെ പോവും. ഇവിടെ ഗേൾസ് ആണെങ്കിൽ ആ ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് വന്ന് അവരെ സമാധാനിപ്പിക്കുകയാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആസ്ത അവൻ ബുദ്ധിമാനാണ്, ഉറപ്പായാലും നിങ്ങളുടെ ആ പണപ്പേഴ്സ് ആ തിരികെ കിട്ടും. കട്ട് ചെയ്ത ആസ്തയെ കാണിക്കും. അവനാണെങ്കിൽ ആ കള്ളന്റെ പിന്നാലെ കുതിക്കുകയാണ്. അതേസമയം ചെമ്പമുടിയനാണെങ്കിൽ ഒന്നുകൂടെ കറങ്ങി ഗേൾസിന് മുൻപിലേക്ക് വരും. ഇതെന്റെ ടേൺ ആണ്, എന്റെ സൂപ്പർ ബൈക്കിൽ ഈസി ആയിട്ട് ഞാൻ അവനെ പിടിക്കുമെന്ന് പറഞ്ഞ് ഒരു ഫ്ലൈയിങ് കിസ് ഗേൾസിന് കൊടുക്കും. അവരാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ കിസിൽ നിന്ന് തെന്നി മാറി അവനെ ചീത്ത വിളിക്കും. അവനത് മൈൻഡ് ചെയ്യാതെ സൂപ്പർ ബൈക്കിൽ അങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ഇവിടെ ആ കള്ളൻ അവനാണെങ്കിൽ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത് വളരെ സ്പീഡിൽ പോവും. വാവ്, ഇന്നത്തെ എൻ്റെ എര അത് ശരിക്കും അടിപൊളിയായിരുന്നു. ഒരുപാട് പണം ഒറ്റയടിക്ക് എനിക്ക് ലഭിച്ചു എന്ന് പറയും. അവന്റെ തൊട്ടു പിന്നാലെ ആസ്തയാണെങ്കിൽ ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓടിച്ചാടി വരും. ഒരാളാണെങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ആ വിൻഡോ അങ്ങനെ ചവിട്ടി പൊട്ടിച്ച് ആസ്ത അവന്റെ തൊട്ടടുത്ത് എത്തുകയാണ്. ഓ നോ, ഇവൻ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് അവൻ ആ ക്ലൗഡ് പവറിൽ മുകളിലേക്ക് പറന്നു പോകുമ്പോൾ ആസ്തയാണെങ്കിൽ വിടാതെ അവിടെ ഉണ്ടായിരുന്ന തൂണിലും ബിൽഡിങ്ങിലും കയറിലും ഒക്കെ തന്നെ ചവിട്ടി അവന്റെ അടുത്തേക്ക് അങ്ങനെ കുതിച്ചു പോവാണ്. എത്രയും പെട്ടെന്ന് അവനെ പിടിക്കാനും ആ ഒരു പണം അടങ്ങിയ പേഴ്സ് അത് തിരികെ പിടിക്കാനും. ആസ്തയാണെങ്കിൽ അവന്റെ ക്ലൗഡിൽ ശ്രദ്ധിക്കും. അതെ, ആ ക്ലൗഡിന്റെ പവർ വെച്ചാണ് അവൻ പറന്നു പോകുന്നത്. ആ ക്ലൗഡ് അത് നള്ളിഫൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അവനെ പിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ആസ്തയാണെങ്കിൽ അവന്റെ സ്വാഡ് അങ്ങനെ വലിച്ചെറിയും. ആ സ്വാഡാണെങ്കിൽ ഇപ്പൊ ക്ലൗഡിൽ വന്നുകൊണ്ട് ആ പവർ അങ്ങനെ നള്ളിഫൈ ആയി അവൻ താഴേക്ക് വീഴും. ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. താഴേക്ക് വീണ അവന്റെ പിന്നാലെ ഇപ്പൊ ഹീറോയും താഴേക്ക് വന്ന് വീണ് ആ സ്വാഡുമായിട്ട് അവന്റെ പിന്നാലെ ഓടും. തൊട്ടുപുറകിൽ ആ ഒരു ചെമ്പമുടിയനുണ്ട്. അവനവന്റെ സ്റ്റൈലൻ ബൈക്കിൽ വളരെ സ്പീഡിൽ വരികയാണ്. ചെമ്പമുടിയനാണെങ്കിൽ നല്ല സ്പീഡിൽ ബൈക്കിൽ വന്ന് അവനെ ഇടിച്ച് അവനെ പിടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നീ എൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞു, നിന്നെ ഞാൻ പിടിക്കാൻ പോവുകയാണെന്ന് പറയും. അടുത്ത നിമിഷം ആ കള്ളനാണെങ്കിൽ ഒരു കത്തി എടുത്ത് അവന്റെ കാലിൽ കുത്തുകയാണ്. ഉടനെ എന്തോ ഒരു കളർ ഡിഫറൻസ് അവന്റെ കാലിൽ അനുഭവപ്പെടും. നീ എന്താ എന്നെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ആ കള്ളൻ പറയും, എന്നെ പിടിക്കുകയാണെങ്കിൽ നീയും ഉറപ്പായാലും ഇല്ലാതാവും. ഇത് പോയിസൺ നിറഞ്ഞ കത്തിയാണ്, ഇപ്പം നിന്റെ ബോഡിയിലേക്ക് പോയിസൺ അത് സ്പ്രെഡ് ആവുകയാണെന്ന് പറയും. മുടിയന്റെ ബോധമാണെങ്കിൽ പതിയെ അങ്ങനെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. ഉടനെ ആസ്തയാണെങ്കിൽ അവിടേക്ക് വന്ന് അവനെ വിളിക്കും. ചെമ്പമുടിയനാണെങ്കിൽ ആസ്തയെ നോക്കി പറയും, ഒരേ ഒരു തവണ മാത്രമാണ് ഞാൻ വിസാർഡ് കിങ് ആയി മാറാൻ ആഗ്രഹിച്ചത്, എന്നെക്കൊണ്ട് അതിന് കഴിവെന്ന് തോന്നുന്നില്ല. ആസ്തയാണെങ്കിൽ അതെല്ലാം കേട്ട് അവനെ നിർത്താതെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഐ ആം സോറി, വിസാർഡ് കിങ് ആവുക എന്ന എൻ്റെ ലക്ഷ്യം അത് ഞാൻ നിനക്ക് തരികയാണ് ആസ്ത, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവനങ്ങനെ കണ്ണടയ്ക്കും. ആസ്തയാണെങ്കിൽ അവൻ്റെ കണ്ണിൽ ആഞ്ഞടിക്കും. ഉടനെ അവൻ കണ്ണു തുറക്കും. നീ എന്തിനാ എന്നെ അടിച്ചേ? അതിന് ആസ്ത അവനോട് ദേഷ്യപ്പെട്ട് പറയും, ഇത്രയും വലിയൊരു ലക്ഷ്യം നീ ഇത്ര വേഗം ഗിവപ്പ് ചെയ്യുകയാണോ? ഒരു കാരണവശാലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഉടനെ തൊപ്പിക്കാരിയും ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരും അവൻ്റെ അടുത്തേക്ക് വരും. ഇതൊരു ചെറിയ പോയിസൺ ആണ്, ഈസി ആയിട്ട് ഇത് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ആ ഒരു പോയിസൺ അങ്ങനെ ക്യൂർ ചെയ്യുകയാണ്. ഉടനെ അവനും ബാക്ക് ടു നോർമലായി ഹാപ്പിയായി കള്ളനെ പിടിക്കാൻ അവൻ്റെ പിന്നാലെ പോവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഗ്രാൻഡ്മയുടെ പണം അത് തിരികെ കൊടുക്കുകയാണ്. ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിച്ച് കയ്യിൽ വയ്ക്കാൻ പറഞ്ഞ് നമ്മുടെ ആൾക്കാർ കടന്നു പോകും. ഉടനെ ആ ഗ്രാൻഡ്മയാണെങ്കിൽ താങ്ക്സ് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ അങ്ങനെ നോക്കും. ഓ, ഇവർ ഞാൻ കരുതിയതുപോലെയല്ല, വളരെ പവർഫുൾ ആണെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുകയാണ്. അത് ശരിക്കും ഒരു ഗ്രാൻഡ്മയല്ല, ഇപ്പോഴത്തെ 28ാമത്തെ വിസാർഡ് കിങ് ആണ്. ആളാണെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിൽ അങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാണ് അവിടേക്ക് വന്നത്. ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അവിടേക്ക് കടന്നു വരും. വിസാർഡ് കിങ്, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? നിങ്ങളെപ്പോലുള്ള ആളുകൾ ഒരിക്കലും ഇവിടേക്ക് വരാനായിട്ട് പാടില്ല. അതിന് വിസാർഡ് കിങ് പറയും, ഞാനിവിടം ചുറ്റിക്കാണാൻ വന്നതാണ്.
ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള പവറുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എനിക്ക് കാണണം. പോരാത്തതിന് എനിക്ക് എൻ്റെ പവറും ഇൻക്രീസ് ചെയ്യണമെന്ന് പറയും. അപ്പോഴായിരിക്കും മുകളിലായിട്ട് യൂനോ അങ്ങനെ പറന്നു പോകുന്നത് കാണുന്നത്. അവൻ ആ റെഡ് ടീമിലെ മെമ്പറല്ലേ. അവനും വളരെ പവർഫുൾ ആണെന്ന് അവനെ കാണുമ്പോൾ തന്നെ അറിയാം. എനിക്ക് ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞ് അദ്ദേഹം കടന്നുപോകും. കട്ട് ചെയ്താ ഇവിടെ ആസ്തയുടെ ബ്രദർ യൂനോയുടെ സീനിയറിനെ കാണിക്കും. എൻ്റെ ആദ്യത്തെ മിഷൻ തന്നെ ഹാർട്ട് ക്ലവറിന് വേണ്ടിയാണ്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആളെങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹാർട്ട് ക്ലവർ രാജാവായിട്ടുള്ള ആ സലീം അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നതാണ് അവരുടെ ഫസ്റ്റ് മിഷൻ. അതാണെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ യുനോയുമായിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയ ആ ഒരാൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ അവരുടെ മിഷൻ. കട്ട് ചെയ്ത വീണ്ടും പ്രസൻറ്റ് കാണിക്കും. സോ സലീമിനെ എത്രയും വേഗം നമ്മൾ സേഫായിട്ട് ഇവിടെ നിന്ന് ആ ഒരു കിങ്ഡത്തിലേക്ക് കൊണ്ടുപോകണം. ആ ഒരു മാസ്റ്റർ ആണെങ്കിൽ അവരോട് യൂനോയെയും അതുപോലെ മറ്റൊരു പെൺകുട്ടിയെയും അവനോടൊപ്പം കൂട്ടണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ അവർ രണ്ടുപേരെയും കൂടെ കൂട്ടിയിരിക്കുന്നത്. സലീം ആണെങ്കിൽ ഇപ്പോൾ യൂനോയെ അരികിലേക്ക് വിളിക്കുകയാണ്. അവനാണെങ്കിൽ കാര്യം തിരക്കും. സലീം ആണെങ്കിൽ അവനോട് പറയും, നിനക്ക് ഫോർത്ത് ക്ലവർ പവറാണുള്ളതല്ലേ? എൻ്റെ ലൈറ്റ്നിങ് പവറിനെ പോലും ഈസി ആയിട്ട് നിന്നെക്കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിന്നെക്കൊണ്ടും ഒരു വിസാർഡ് കിങ്ങായി മാറാനായിട്ട് കഴിയും. നിനക്ക് നല്ല പവറുണ്ട്. അത് നീ എല്ലാവർക്കും മുൻപിൽ തെളിയിച്ചു തന്നു. എനിക്ക് ആക്ച്വലി നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അതിനവനാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, എന്നെക്കുറിച്ച് അത്രമാത്രം അറിയാനൊന്നുമില്ല. എൻ്റെ പേര് യുനോ. ഞാൻ ആ ഹേജ് വില്ലേജിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. അത് കേട്ട് അവൾ പറയും, അത് 4 സെക്കൻഡ് വില്ലേജ് അല്ലേ? അവിടെ നിന്നാണോ നീ ഇവിടേക്ക് എത്തിയേ? അതിനവൻ പറയും, അതെ. നിന്റെ പാരൻസ് ഒക്കെ ഇപ്പോഴും ആ വില്ലേജിൽ തന്നെയാണോ? അതിനവൻ പറയും, എനിക്ക് പാരൻസ് ഇല്ല. ചെറുപ്പത്തിൽ ഒരു പള്ളിയിൽ എന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് അവിടെയുള്ളവർ കണ്ടെത്തിയത്. അവിടെയുള്ള കുട്ടികളോടും അന്തേവാസികളോടും ഒപ്പമാണ് ഞാൻ ജീവിച്ചു വന്നത്. ഉടനെ അത് കേട്ട് അല്പം സാഡാവുമെങ്കിലും അടുത്ത ചോദ്യം ചോദിക്കും, അവിടെയല്ലേ ഫസ്റ്റ് വിസാർഡ് കിങ് ക്രിയേറ്റ് ആയത്? അതിന് അവൻ പറയും, അതെ. അതിൻ്റെ അടയാളം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അങ്ങനെ അവർ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ സ്കൈയിൽ അങ്ങനെ എന്തൊക്കെയോ ചേഞ്ചസ് അവർക്ക് അനുഭവപ്പെടുകയാണ്. അവരാണെങ്കിൽ അത് കണ്ട് അല്പം ഒന്ന് ടെൻസ്ഡ് ആവും. ആ കളറിൽ ക്ലൗഡ് അങ്ങനെ ക്രിയേറ്റ് ആവുന്നത് കണ്ട യുനോ ആണെങ്കിൽ ഞാനത് എന്താണ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരും. അടുത്ത നിമിഷം അവർ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഫയർ പവർ അങ്ങനെ താഴേക്ക് വരികയാണ്. യുനോ ആണെങ്കിൽ അവൻ്റെ പവർ ഉപയോഗിച്ച് ആ ഫയർ പവറുകളെല്ലാം തന്നെ പ്രിവെൻറ്റ് ചെയ്ത് താഴെ ഇടാനായിട്ട് തുടങ്ങും. അതിനുശേഷം അവൻ്റെ ഗ്രീവിയർ പവർ ഉപയോഗിച്ച് ഇപ്പോൾ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും അവൻ്റെ സീനിയർ ആ ഒരു വില്ലന്മാരുടെ കഴുത്തിൽ കിടന്ന ഒരു തലയോട്ടിയുടെ രൂപത്തിലുള്ള ഡോളർ അതങ്ങനെ ശ്രദ്ധിക്കുക. യുനോ ആണെങ്കിൽ അത് കാര്യമാക്കാതെ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അവരെല്ലാവരും ഇപ്പൊ താഴേക്ക് വരികയാണ്. സലീം ആണെങ്കിൽ യുനോട് പറയും, ആ വില്ലന്മാരുടെ എല്ലാം ലക്ഷ്യം നീയായിരുന്നല്ലോ. നീ കരുത്തനായ ഒരു പോരാളി തന്നെയാണ്. യുനോ, നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്റെ വില്ലേജിലേക്ക് എനിക്കൊന്ന് വരാൻ കഴിയോ? എനിക്ക് അവിടുത്തെ കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഉടനെ സീനിയറും ബാക്കിയുള്ളവരും സലീമിനെ വിലക്കും. അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. ഈ സമയത്ത് അവിടേക്ക് പോകുന്നത് ശരിയല്ല. സലീം ആണെങ്കിൽ തീർത്ത് പറയും, ഇനിയും സമയം ധാരാളം ഉണ്ട്. എനിക്കവിടെ പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാം. യുനോ, നീ എന്തായാലും എന്നെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സലീം ആണെങ്കിൽ തറപ്പിച്ചു പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പം ആ ഒരു വലിയ ഡീമൺ കിങ്ങിന്റെ തലയോട്ടി കാണിക്കും. അവിടേക്ക് ഇപ്പം അധിക സമയം വൈകാതെ തന്നെ യുനോയും ടീമുകളും വന്ന് ലാൻഡ് ചെയ്യുകയാണ്. യുനോയെ കണ്ട സിസ്റ്റർ ആണെങ്കിൽ ഓടി വരും. നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായി. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആസ്തയോടെ അവന് സുഖമല്ലേന്ന് ചോദിക്കും. അതേ, യുനോ ആണെങ്കിൽ അവനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എങ്കിലും അവൻ നന്നായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഞങ്ങൾ ഇത്ര വേഗം നിങ്ങൾക്ക് മിസ് ചെയ്തോന്ന് ചോദിക്കും. അതിന് സിസ്റ്റർ പറയും, അതെ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മൂത്ത മക്കളാണ്. യുനോ ആണെങ്കിൽ അവിടേക്ക് വന്ന എല്ലാവരെയും ഇപ്പോൾ സിസ്റ്ററിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഉടനെ സലീം ആണെങ്കിൽ സിസ്റ്ററിന്റെ സൗന്ദര്യമൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്നെ മാരേജ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കും. അത് കേട്ട് സിസ്റ്റർ ആണെങ്കിൽ ഷോക്കാവും. സിസ്റ്റർ ആണെങ്കിൽ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഓർക്കാതെ വാട്ടർ പവർ ഉപയോഗിച്ച് സലീമിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം സിസ്റ്റർ ഇപ്പോൾ സലീമിനോട് മാപ്പ് പറയാണ്. അല്പസമയം കഴിയുമ്പോൾ ഫാദർ ആണെങ്കിൽ ഇപ്പോൾ യുവനോയെ കണ്ട് സന്തോഷത്തിൽ ഓടി വരും. ഉടനെ കുട്ടികൾ അവിടേക്ക് വന്ന് ഫാദറിനെ തട്ടി താഴെയിട്ട് അവരാണെങ്കിൽ യുവനോയെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. ഫാദർ ആണെങ്കിൽ ആസ്തയെക്കുറിച്ചുള്ള വിശേഷമൊക്കെ ചോദിക്കും. അവനും ഞാനും വലിയ കമ്മ്യൂണിക്കേഷനിലില്ല. അവൻ വേറെ ടീമിലാണ് ഉള്ളതെന്ന് പറയും. ഫാദർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ഇവിടെ ചെലവഴിച്ചുകൂടെയും ചോദിക്കും. അതിന് യുവനോ ആണെങ്കിൽ അയ്യോ ഇല്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് പോകണമെന്ന് പറയും. പക്ഷെ സലീം ആണെങ്കിൽ നിർബന്ധിക്കും, എനിക്കിവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവർ ഇത്രയും പറയുന്ന സ്ഥിതിക്ക് നമുക്ക് ഇന്നൊരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഈ ചർച്ച് വളരെ ക്യൂട്ടായിട്ടും ചെറുതായിട്ടും ഉണ്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ തീർച്ചയായിട്ടും ഒരു ദിവസം ഞാനിവിടെ സ്പെൻഡ് ചെയ്യുന്നു പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.